Good morning. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes, ma'am. ഓക്കെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഡയാലിസിസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയില്ലേ? Yes, ma'am. ഓക്കെ. ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നോ ആ ചാപ്റ്ററിന്റെ? ഇല്ല. ഇല്ല. ഓക്കെ. അപ്പൊ നമ്മൾ നോട്ട് എടുത്തോ കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പുതിയൊരു ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബുക്ക് എടുത്തോട്ടെ. ഓക്കെ. ഡയാലിസിസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡയാലിസിസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Which organ purify the blood? Which organ purify the blood? Which organ purify the blood? ഡയാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി. അതിന്റെ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, which organ purify the blood? ഏത് ഓർഗൻ ആണ്? ഏത് ഓർഗനാ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗൻ? വെരി ഗുഡ്. ഏതാണ്? കിഡ്നി അല്ലെ? ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? കിഡ്നി. ഏത് ഓർഗനാണ് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഏത് ഓർഗനാണ്? കിഡ്നി ആണ് അല്ലെ? Then second question, dash is a treatment. Dash is a treatment. Second question ആണ്, dash is a treatment used by those. Dash is a treatment used by those with. Dash is a treatment used by those with chronic kidney disease. Dash is a treatment used by those with chronic kidney disease. Chronic kidney disease. Second question എന്തായിരുന്നു? Dash is a treatment used by those with chronic kidney disease. ഏത് ട്രീറ്റ്മെന്റ് ആ? ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഏതാ? ഏത് ട്രീറ്റ്മെന്റ്? ട്രീറ്റ്മെന്റ് ഏതാ വരുന്നത്? മെസ്സേജ് വെരി ഗുഡ്. ഡയാലിസിസ് അല്ലെ? ഡയാലിസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് അല്ലേ നമ്മൾ കൊടുക്കുന്നത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ആ ഒരു ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്ത് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പൊ ഡയാലിസിസ് ആണ് നമ്മൾ എന്താണ്? ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, acute renal failure means. Acute renal failure means എന്ന് പറയുമ്പോൾ MEANS means MEANS. acute renal failure means. എന്താണ് acute failure renal failure എന്താ ഉദ്ദേശിക്കുന്നത് പറയുന്നത് കേട്ടോ. അല്ല, ഓപ്ഷൻസ് എഴുതിക്കോ. ഓപ്ഷൻ എ patient have permanently lost kidney function. Option A, patient have permanently lost kidney functions. Patient have permanently lost kidney function. Option B, kidney which need continuous dialysis. Kidney which need continuous dialysis for the rest of your life. Kidney which need continuous dialysis for the rest of your life. Kidney which need continuous dialysis for the rest of your life. Option C, patient who have recently lost kidney function. Patient who have recently
lost kidney function. Patient who have recently lost kidney function. Option D, none of the above. Option D, none of the above. Question എന്തായിരുന്നു? വെരി ഗുഡ്, സി ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ്? പേഷ്യന്റ് ഹു ഹാവ് റീസെന്റ് ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ അല്ലെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? അക്യൂട്ട് റീനൽ ഫെയിലിയർ മീൻസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. എന്താണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്താണെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. പേഷ്യന്റ് ഹു ഹാവ് റീസെന്റ് ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻസ്. ഓക്കെ. Next, fourth question. Fourth question നിങ്ങൾ എഴുതാനായിട്ട് ഒരു എക്സ്പാൻഡഡ് ഫോമുകളാണ്. അത് ഓരോ എക്സ്പാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കുക. എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് താഴെ 1, 2, 3 അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ എല്ലാ എക്സ്പാൻഡഡ് ഫോംസും നമുക്ക് അവിടെ എഴുതി വെക്കാം. ഓക്കെ. അപ്പൊ അതിന്റെ എക്സ്പാൻഡഡ് ഫോം നിങ്ങൾ എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അതിന്റെ ആ ഒരു ഷോർട്ട് ഫോംസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്പർ ഇട്ട് എഴുതി വെച്ചേക്കാം. അപ്പൊ അതെന്താന്നുള്ളത് കൂടെ നിങ്ങൾ അതിന്റെ ഒപ്പം ഒന്ന് പറഞ്ഞു പോയാൽ മതി. ഓക്കെ. അപ്പൊ ഫോർത്ത് വൺ എക്സ്പാൻഡ്. ഫസ്റ്റ് വൺ ആണ് എക്സ്പാൻഡ് ചെയ്യേണ്ടതിൽ ഫസ്റ്റ് വൺ ആണ് AKI. AKI എക്സ്പാൻഡഡ് ഫോമില് ഫസ്റ്റ് വൺ വരുന്നതാണ് AKI. ഈ ഒരു ചാപ്റ്ററിനെ ഒരുമിച്ച് നമ്മൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോ ഒരുമിച്ച് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് AKI. എന്താണ്? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെ. നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ് ESKD. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണോട്ടോ അതൊക്കെ. ESKD. 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 ESKD എന്ന് പറഞ്ഞാൽ എന്താ? ESKD എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് അല്ലെ. കിഡ്നി ഡിസീസ്, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്. ഓക്കെ. നെക്സ്റ്റ് HD. തേർഡ് വൺ ആണ് HD. HD എന്താ? HD എന്താ? ഹീമോഡയാലിസിസ്. നെക്സ്റ്റ് വൺ ആണ് PD. ഫോർത്ത് വൺ ആണ് PD. ഏതാ PD വരുന്നേ? എന്താ PD എന്ന് പറഞ്ഞ? പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെ. പെരിറ്റോണിയൽ ഡയാലിസിസ്. നെക്സ്റ്റ് ഫിഫ്ത് വൺ ആണ് CAPD. 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 ഏതാ CAPD വരുന്നേ? കണ്ടിന്യൂവസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെ. കണ്ടിന്യൂവസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. നെക്സ്റ്റ് വരുന്നതാണ് CCPD. CCPD. CCPD എന്താ? കണ്ടിന്യൂവസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. CCPD കണ്ടിന്യൂവസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. നെക്സ്റ്റ് സെവൻത് വൺ ആണ് IPD. IPD. IPD എന്താ? ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെ. ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് എയ്ത്ത് വൺ ആണ് CRRT. CRRT. CRRT എന്താ? കണ്ടിന്യൂവസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. കണ്ടിന്യൂവസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. CRRT കണ്ടിന്യൂവസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. ഓക്കെ. 8 നമ്മൾ അതിന്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട്. എക്സ്പാൻഡ് ചെയ്യേണ്ട ഫോംസ്, അതിന്റെ എക്സ്പാൻഡ് ഫോം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് എഴുതി വെച്ച് പഠിക്കണം കേട്ടോ. അപ്പൊ ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ എക്സ്പാൻഡ് ഫോംസും ഒരുമിച്ച് നമ്മൾ എഴുതി വെച്ചേക്കാണ്. അപ്പൊ അത് നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ഒരു എക്സാമിന് നോക്കുന്ന സമയത്ത് ആ ഒരു പേജ് നോക്കുമ്പോൾ തന്നെ എല്ലാ എക്സ്പാൻഡ് ഫോംസും ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഓക്കെ. CRRTO കണ്ടിന്യൂവസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. IPD എന്താ? ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഫിഫ്ത് ക്വസ്റ്റ്യൻ. ദ ലൈനിങ് ഓഫ് അബ്ഡോമൻ. ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ്. ദ ലൈനിങ് ഓഫ് അബ്ഡോമൻ. The lining of abdomen
The lining of abdomen is dash. The lining of abdomen is dash. The lining of abdomen is dash. എന്താ അബ്ഡോമിന്റെ ലൈനിങ്ങിന് പറയുന്നത് എന്താ? എന്താണ് അബ്ഡോമിന്റെ ലൈനിങ്ങിനെ വിളിക്കുന്ന പേരെന്താ? The lining of abdomen is dash. എന്താണ്? വെരി ഗുഡ്, വെരിറ്റോണിയം അല്ലെ? വെരിറ്റോണിയം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി നമുക്ക് മോക്ക് ടെസ്റ്റുകളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ച് പഠിക്കണം കേട്ടോ. അപ്പൊ ആ ഒരു എക്സ്പെരിമെന്റ് ഫോംസ് നോക്കി വെച്ചേക്കാം. അപ്പൊ 5 ക്വസ്റ്റ്യൻസും എല്ലാവരും കിട്ടിയോ? ക്ലിയർ ആയോ 5 ക്വസ്റ്റ്യൻസും? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. തേർഡ് ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് ഒന്നുകൂടി പറയാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ എ എന്തായിരുന്നു? പേഷ്യന്റ് ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ. ഓപ്ഷൻ എ, പേഷ്യന്റ് ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ. ഓപ്ഷൻ ബി, കിഡ്നി വിച്ച് നീഡ് കണ്ടിന്യൂസ് ഡയാലിസിസ് ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. കിഡ്നി which need continuous dialysis for the rest of your life. Option C, patient who have recently lost kidney function. Patient who have recently lost kidney function. Option D ആണ് none of the above. Option C ആയിരുന്നു right answer. കിട്ടിയോ? ഓക്കെ, ഇപ്പൊ നമ്മൾ പുതിയ ചാപ്റ്ററിലേക്ക് പോവാണ്. മോർച്ചറി സർവീസ് കേട്ടോ. മോർച്ചറി സർവീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, മോർച്ചറി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ മോർച്ചറിയുടെ ഭാഗങ്ങളിലേക്ക് ബോർഡ് വന്നിട്ടുണ്ടോ? ഹോസ്പിറ്റലില് നമ്മൾ ചെല്ലുമ്പോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലെ, മോർച്ചറി ഏരിയ എന്നൊക്കെ പറഞ്ഞ് എഴുതിയൊക്കെ വെച്ച് ആരോഗ്യം കൊടുത്ത് കണ്ടിട്ടുണ്ടാവും അല്ലെ. അല്ലാതെ നമ്മൾ ചെല്ലാറില്ല അല്ലെ, മോർച്ചറിയുടെ ആ ഭാഗത്തേക്ക് നമ്മൾ പോകേണ്ട ആവശ്യം വരാറില്ല. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ എപ്പോഴും കാണുന്ന ഒരു ഭാഗത്തായിരിക്കും മോർച്ചറി ഉണ്ടാവുക. നേരെ നമ്മൾ ഹോസ്പിറ്റലിന്റെ ഒരു ഫ്രണ്ട് ഏരിയ പോലെയുള്ള ഏരിയയിൽ നമുക്ക് നേരെ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഏരിയയിലൊക്കെയാണോ മോർച്ചറി ഉണ്ടാവുക? അല്ല അല്ലെ, കുറച്ച് ഒറ്റപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ഒരു ബാക്ക് സൈഡ് ആയിട്ടോ അല്ലെങ്കിൽ സൈഡിലോട്ടൊക്കെ ഒതുങ്ങിയ രീതിയിലുള്ള അല്ലെ, പെട്ടെന്നൊന്നും കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്തൊക്കെയാണ് മോർച്ചറീസ് വെക്കുക. അത് ആ ഹോസ്പിറ്റലിന്റെ ആ ഒരു ചുറ്റുവട്ടത്ത് തന്നെ ആയിരിക്കും. എന്നാൽ പോലും നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷൻസിലൊന്നും അല്ല മോർച്ചറി വെക്കുക അല്ലെ. അപ്പൊ അതുപോലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ലൊക്കേഷൻ ബന്ധപ്പെട്ടും ടൈപ്സ് ആയിട്ടും ഒക്കെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ ചെറിയൊരു ചാപ്റ്റർ ആണ്. എന്നാൽ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് അത് നോക്കാം. ഈ മോർച്ചറി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മോർച്ചറി ഒരു ഹോസ്പിറ്റലിൽ മോർച്ചറി ഉള്ളത്? എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഹോസ്പിറ്റല്? അതെ, തിരിച്ചറിയൽ അടിക്കാൻ കാത്തു വെച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ അല്ലെ. എപ്പോഴും അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡെഡ് ബോഡീസിനെ അല്ലെ, മൃതദേഹങ്ങളെ സൂക്ഷിച്ചു വെക്കാൻ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മോർച്ചറി ഉള്ളത് അല്ലെ. അപ്പൊ അതിന് പല കാരണങ്ങളാവാം അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഐഡന്റിഫിക്കേഷൻ അല്ലെ, ഇപ്പൊ ഒരു തിരിച്ചറിയാൻ വേണ്ടിയിട്ടാവാം, അല്ലെന്നുണ്ടെങ്കിലോ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസണുകൾ കൊണ്ട് ഇപ്പൊ എന്തെങ്കിലും മർഡർ കാര്യങ്ങളൊക്കെയാണ് നടന്നിരിക്കുന്നതെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള എവിഡൻസുകളും കാര്യങ്ങളും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരും അല്ലെ. അതിനൊക്കെ മുമ്പായിട്ട് നമുക്ക് ഇത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണമല്ലോ ഈ ഡെഡ് ബോഡീസ്. അപ്പൊ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കുന്ന ഇടമാണ് മോർച്ചറി എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറയുന്നത്. ജസ്റ്റ് അതൊന്ന് കളക്ട് ചെയ്ത് റിവൈൻഡ് ചെയ്ത് എടുക്കാന്ന് മാത്രം മതി കേട്ടോ. നോക്കി ഫസ്റ്റ് നോക്കി introduction. Mortuary is an inevitable part of every hospital as it handles the preservation of the dead body so that the forensic clinicians and pathologists may investigate the cause of death and make scientific investigations. എന്താണ് മോർച്ചറി? മോർച്ചറി is an inevitable part of every hospital. ഏതൊരു ഹോസ്പിറ്റലിലെയും വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് മോർച്ചറി എന്ന് പറയുന്നത്. As it handles the preservation of the dead body. ഇവിടെ എന്താ ചെയ്യുന്നത്? എന്തിനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഡെഡ് ബോഡീസ് അല്ലെങ്കിൽ മൃതദേഹങ്ങളെ സൂക്ഷിച്ചു വെക്കുക ആണ് മോർച്ചറിയിൽ ചെയ്യുന്നത് അല്ലെ. പ്രിസർവേഷൻ ഓഫ് ദി ഡെഡ് ബോഡി. എന്തിനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഡെഡ് ബോഡീസിനെ സൂക്ഷിച്ചു വെക്കുക, അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരിടമാണ് മോർച്ചറി എന്ന് പറയുന്നത്. സോ ദാറ്റ് ദ ഫോറൻസിക് ക്ലിനിഷ്യൻസ് ആൻഡ് ഫോറൻസിക് വിദഗ്ധരും
പാത്തോളജിസ്റ്റുകൾ ആരാണ്? പാത്തോളജിസ്റ്റുകൾ ആരാ? ഡോക്ടർ ഹു സ്പെഷ്യലൈസ്ഡ് ഇൻ നേച്ചർ ഓഫ് ഡിസീസ് ആൻഡ് കോസ് അല്ലെ, രോഗങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ അതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടറാണ് പാത്തോളജിസ്റ്റുകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പാത്തോളജിസ്റ്റുകളും ഫോറൻസിക് വിദഗ്ധരും എന്ത് ചെയ്യുന്നു? ഈ വരുന്ന ഡെഡ് ബോഡീസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ പരിശോധനകൾ നടത്തി അതിലെന്ത് ചെയ്യുന്നു? പരിശോധനകൾ നടത്തി അതിനനുസരിച്ചുള്ള എവിഡൻസ് മറ്റു കാര്യങ്ങളും കളക്ട് ചെയ്യുന്നു. ഇതാണ് ഈ മോർച്ചറിയിൽ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ. മോർച്ചറി എന്ന് പറയുന്നത് ഏതൊരു ഹോസ്പിറ്റലിലെയും വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അവിടെ എന്താ ചെയ്യുന്നത്? പ്രിസർവേഷൻ ഓഫ് ദ ഡെഡ് ബോഡീസിനെ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ സൂക്ഷിച്ചു വെക്കുന്നത്? ഫോറൻസിക് വിദഗ്ധരും പാത്തോളജിസ്റ്റുകളും ഒക്കെ എന്ത് ചെയ്യുന്നു? ഈ വന്നിരിക്കുന്ന ഡെഡ് ബോഡീസിനെ സയന്റിഫിക്കലി ഇൻവെസ്റ്റിഗേഷൻസ് ശാസ്ത്രീയപരമായി അന്വേഷണങ്ങൾ പരിശോധനകൾ നടത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള എവിഡൻസുകൾ കളക്ട് ചെയ്യുന്നു. എന്തൊക്കെ എവിഡൻസ് ആണ്? ആ ഒരു ഡെഡ് ബോഡി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മരിക്കാനുണ്ടായിട്ടുള്ള കാരണം എന്താണ് അല്ലെ, ആ ഒരു കാരണങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ ശാസ്ത്രീയമായിട്ട് പരിശോധനകൾ നടത്തി ഇങ്ങനെയുള്ള കോസ് ഓഫ് ഡെത്ത് അല്ലെങ്കിൽ മരണകാരണങ്ങളൊക്കെ കണ്ടെത്തുന്നതാണ് മോർച്ചറിയിൽ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് നോക്കി, എ മോർഗ് ഓർ മോർച്ചറി. ഒരു മോർഗ് അല്ലെങ്കിൽ ഒരു മോർച്ചറിയുടെ മറ്റൊരു പേരാണ് മോർഗ് എന്ന് പറയുന്നത് കേട്ടോ. രണ്ട് സ്ഥിതിയിലും ചോദിച്ചു ചോദിക്കാം അല്ലെ, ക്വസ്റ്റ്യൻ വരാലോ. ഒരു മോർച്ചറിയുടെ മറ്റൊരു പേര് എന്താണെന്ന് ചോദിക്കാം. എന്താണ്? മോർഗ്. മോർഗ് ഓർ മോർച്ചറി രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. Yes, a hospital is used for the storage of dead bodies, waiting for identification or removal, autopsy, burial, cremation or some other post-death rituals. ഇവിടെ മോർച്ചറി അല്ലെങ്കിൽ മോർച്ചറിയുടെ മറ്റൊരു പേരാണ് മോർഗ് എന്ന് പറയുന്നത്. ഈ മോർച്ചറി അല്ലെങ്കിൽ മോർഗ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുക പറഞ്ഞേ? സ്റ്റോറേജ് ഓഫ് ഡെഡ് ബോഡീസ് അല്ലെ. ഡെഡ് ബോഡീസിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നത്. അപ്പൊ ഈ മോർച്ചറിയിൽ ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ റീസൺസ് തന്നെയാണ്. വെയിറ്റിംഗ് ഫോർ ഐഡന്റിഫിക്കേഷൻ അല്ലെ. ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ തിരിച്ചറിയലിന് വേണ്ടിയിട്ട് അല്ലെ, തിരിച്ചറിയുന്നതിന് മുൻപായിട്ട് വെയിറ്റ് ചെയ്ത് വെക്കുന്ന സ്ഥലമാവാം. ഓർ റിമൂവൽ അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും മാറ്റുന്നതിന് മുൻപായിട്ട് കീപ്പ് ചെയ്ത് വെക്കുന്നതാവാം. അല്ലെങ്കിൽ ഓട്ടോപ്സി എന്ന് പറയുന്ന എന്താ? ഓട്ടോപ്സി മറ്റൊരു പേരാണ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളത്. ഓട്ടോപ്സി എന്ന് പറയുന്നതിന് മറ്റൊരു പേര് ഏതാ? നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേര് അറിയോ? ഓട്ടോപ്സി അറിയോ? വെരി ഗുഡ്. പോസ്റ്റ്മോർട്ടം അല്ലെ. പോസ്റ്റ്മോർട്ടം. ഓട്ടോപ്സി എന്ന് പറയുന്ന പോസ്റ്റ്മോർട്ടം അല്ലെ. പോസ്റ്റ്മോർട്ടം നമുക്ക് കേട്ട് ഫെമിലിയർ ആയിട്ടുള്ള പേര് അതാണ് അല്ലെ. അതല്ലേ നമ്മൾ കേൾക്കാറ് കൂടുതലും. ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ടാവാം. ബ്യൂറിയൽ എന്ന് പറയുന്ന അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാവാം. ആൻഡ് ക്രിമേഷൻ ശവസംസ്കാരത്തിന് മുന്നാവാം. അല്ലെങ്കിലോ ഓർ സം അതർ പോസ്റ്റ് ഡെത്ത് റിച്വൽസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരണാനന്തര ചടങ്ങുകളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിനു മുൻപായിട്ട് ഡെഡ് ബോഡീസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഇടമാണ് മോർച്ചറി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ വിദേശത്തുള്ള ആളുകളൊക്കെയാണ്, ഇപ്പൊ മരിച്ച ആളുടെ റിലേറ്റീവ്സ് വിദേശത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ അത്രയും ദിവസം ചിലപ്പോൾ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് അവർക്ക് വരാൻ പറ്റുള്ളൂ, അവരുടെ ആ ഒരു ചടങ്ങുകളൊക്കെ നടത്താൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ ആ ഒരു മോർച്ചറിയിൽ ഇവരെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? സൂക്ഷിച്ചു വെക്കും അല്ലെ. അപ്പൊ ക്രിമേഷൻ എന്ന് പറഞ്ഞാൽ ശവസംസ്കാരം. ക്രിമേഷൻ ശവസംസ്കാരം എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് മോർച്ചറി യൂസ് ചെയ്യുന്നത്? അവിടെ വെയിറ്റിംഗ്, അതായത് ഡെഡ് ബോഡീസിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് മോർച്ചറിയിൽ അല്ലെ. എന്തിന്റെയൊക്കെ ബേസിസിലാണ്? ഒന്നില്ലെങ്കിൽ അവിടെ തിരിച്ചറിയലിന് വേണ്ടിയിട്ടാവാം, മരിച്ച ഡെഡ് ബോഡി ആരുടെയാണെന്ന് ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ തിരിച്ചറിയലിന് മുൻപായിട്ടാവാം. അല്ലെങ്കിലോ മറ്റെവിടേക്കെങ്കിലും മാറ്റുന്നതിന് മുൻപായിട്ടാവാം. അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടാവാം. മറ്റ് അടക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാവാം. അല്ലെങ്കിൽ ക്രിമേഷൻ ശവസംസ്കാരത്തിന് മുൻപാവാം. അല്ലെങ്കിലോ ഓർ സം അതർ പോസ്റ്റ് ഡെത്ത് റിച്വൽസ് മറ്റെന്തെങ്കിലും മരണാനന്തര ചടങ്ങുകളോട് ഭാഗമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ എന്താണ്? ഇവിടെ മോർച്ചറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കും, കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് ഈ മോർച്ചറിയിൽ എന്താ? ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ മോർച്ചറി എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും എന്തിനു വേണ്ടിയിട്ടാ? അവിടെ മരിച്ച ഓരോ മൃതദേഹങ്ങളെയും
കീപ്പ് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഇടമാണ് മോർച്ചറി എന്ന് പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് അവിടെ മൃതദേഹങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. The term morgue is derived from the French word mort. അപ്പൊ നമ്മൾ പറഞ്ഞു മോർച്ചറിയുടെ മറ്റൊരു പേരാണ് മോർഗ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ മോർഗ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള മോർഗിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അതൊന്നും അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ആ ഒരു മോർഗ് അല്ലെങ്കിൽ മോർച്ചറി എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. അതിന്റെ മറ്റൊരു പേരാണ് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, കണ്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മോർഗ് എന്ന് പറയുന്ന വേർഡ് എന്തിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നതാണ്, ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള മോർഗിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, വിച്ച് മീൻസ് to look and solemnly to defy. ഇനി അതിന്റെ ആ ഒരു മീനിങ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക. to look and solemnly to defy. അതായത് അതിന്റെ ഒരു നമ്മൾ പ്രധാനമായിട്ടും വരുന്ന അതിന്റെ മീനിങ് എന്ന് പറയുന്നത് to hold seriously, ഗൗരവത്തോടെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളൊരു മീനിങ് ആണ് അതിൽ വരുന്നത്. to hold seriously, ഗൗരവത്തോടെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് to look at solemnly defy എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ആ ഒരു മോർഗ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് വരുന്നത്. Okay, then morgue is mostly used in North American English. അല്ലെ, മോർഗ് എന്ന് പറയുന്ന ടേം നമ്മൾ അധികം ഉപയോഗിക്കാറുണ്ടോ? നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാ? ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അല്ലെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു ഇതില് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടേം എന്ന് പറയുന്നത് മോർച്ചറി ആണ്. എന്നാൽ നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് മോർഗ് എന്ന് പറയുന്നത്. നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ മോർഗ് എന്ന് പറയുന്ന ടേം അങ്ങനെ കേൾക്കാത്തത്. നമ്മൾ മോർച്ചറിയാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർ കോമൺ ആയിട്ട് മോർച്ചറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് മോർഗ് ആയിരിക്കും. ക്ലിയർ ആയോ? ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം ക്ലിയർ ആയോ? ഓ, നെക്സ്റ്റ് വൺ ആണ് നീഡ് ഫോർ മോർച്ചറി. എന്തൊക്കെ കാര്യം എന്താണ് മോർച്ചറിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ആവശ്യകതകളാണ് ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ ആവശ്യകതകളാണ് ഉള്ളത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ബ്യൂറിയൽ എന്ന് പറഞ്ഞാൽ അടക്കം ചെയ്യുക. ഓക്കെ, അടക്കം ചെയ്യുക, ക്രിമേഷൻ, ശവസംസ്കാരം. ഓക്കെ, നെക്സ്റ്റ് നീഡ് ഫോർ മോർച്ചറി. എന്തൊക്കെയാണ് മോർച്ചറിയുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ എന്തൊക്കെയാണ്? First point നോക്കിയേ, it is necessary for the hospital administration that a suitable provision shall be made in a dubious place where the dead body can be placed pending final disposal or to rule out the cause of death. എന്താണ് ആദ്യത്തെ പറയുന്നത്? It is necessary for the hospital administration. Hospital administration എന്താണ് വളരെ അനിവാര്യമായിട്ട് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യം? That a suitable provision shall be made in a dubious place. എന്താണ് ഒരു suitable ആയിട്ടുള്ള ഒരു സ്ഥലം അല്ലെ, ആ ഒരു പ്രൊവിഷൻ അല്ലെങ്കിൽ അവിടെ ഒരു suitable ആയിട്ടുള്ള ഒരു ഇടം ആർക്ക് കൊടുക്കണം? ആ ഒരു മോർച്ചറി കോംപ്ലക്സ് ഉണ്ടാക്കാനായിട്ട് മോർച്ചറി എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഉണ്ടാക്കാനായിട്ട് ഒരു ഡ്യൂബിയസ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? അധികം ആരുടെയും ശല്യം ചെന്നെത്താത്ത അല്ലെങ്കിൽ അധികം ആരുടെയും ശ്രദ്ധ ചെന്നെത്തപ്പെടാത്ത ഒരു സ്ഥലമാണ് ഡ്യൂബിയസ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പൊ അധികം ആരും നമുക്കറിയാലോ മോർച്ചറി നമ്മൾ ഹോസ്പിറ്റലില് നേരെ ഫ്രണ്ട് ഏരിയയിലൂടെ ചെന്ന് കയറുമ്പോൾ നമുക്ക് മോർച്ചറി കാണാൻ പറ്റില്ല അല്ലെ. അധികം ആരുടെയും ശ്രദ്ധ ചെന്നെത്താത്ത ഒരു ഏരിയയിലൊക്കെ ആയിരിക്കും മോർച്ചറി നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിട്ടുണ്ടാവുന്നത്. അതുപോലെ ഒരു ഡ്യൂബിയസ് സ്പേസ് അല്ലെങ്കിൽ അധികം ആരുടെയും ശ്രദ്ധ ചെന്നെത്താത്ത ഒരിടത്ത് ഡെഡ് ബോഡീസിനെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാനും സ്റ്റോർ ചെയ്ത് വെക്കാനും അല്ലെങ്കിൽ എന്താണ് ഫൈനൽ ഡിസ്പോസലിന് മുൻപ് അല്ലെ അവിടെ എന്താണ് ശവസംസ്കാരം പോലെയുള്ള മറ്റു ചടങ്ങുകൾക്ക് മുൻപ് പെൻഡിങ്ങിൽ വെക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താണ് അവരുടെ ആ മരണ കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ള പല കാരണങ്ങളാല് ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസ് വരുമ്പോ ആ ഡെഡ് ബോഡീസിനെ എല്ലാം സൂക്ഷിച്ചു വെക്കാനായിട്ട് ഒരു കൃത്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇടം മോർച്ചറിക്ക് വേണ്ടിയിട്ട് കണ്ടെത്തി കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? അല്ല, ആരാണ് അത് ചെയ്തു കൊടുക്കേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് മോർച്ചറിക്ക് വേണ്ടിയിട്ടുള്ള അധികം ആരുടെയും ശ്രദ്ധ ചെന്നെത്താത്ത ഒരിടം കണ്ടെത്തി അവിടെ ഒരു മോർച്ചറി സ്ഥാപിച്ചു കൊടുക്കേണ്ടത് ആരാണ്? ആരുടെ ഉത്തരവാദിത്തമാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇടം കൊടുക്കേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ മോർച്ചറി കോംപ്ലക്സ് അല്ലെങ്കിൽ മോർച്ചറി ഇങ്ങനെ ഒരു സ്ഥലത്ത് ഉണ്ടാക്കുന്നത്? അവിടെ എന്തിനു വേണ്ടിയിട്ടാ? ഡെഡ് ബോഡീസിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അത് ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ട് പെൻഡിങ്ങിൽ ഇരിക്കുന്നതാവാം, അല്ലെങ്കിലോ ആ ഒരു മരണ കാരണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മോർച്ചറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ,
Next point, a precisely planned mortuary complex is beneficial to all those who come in contact with, that is police, doctors, medical students and staffs and relatives of the dead. ഇനി ഒരു പ്രിസൈസ്ലി പ്ലാൻ വളരെ കെയർഫുള്ളി പ്ലാൻഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു മോർച്ചറി കോംപ്ലക്സ് സ്ഥാപിക്കുമ്പോൾ അത് ആർക്കൊക്കെ ബെനിഫിഷ്യൽ ആണ് അല്ലെങ്കിൽ ആർക്കൊക്കെ പ്രയോജനകരമാണെന്നാണ് പറയുന്നത്? ആ മോർച്ചറിയുമായി കോണ്ടാക്റ്റിൽ വരുന്ന ആളുകൾക്ക്, അല്ലെ? ആ മോർച്ചറി വളരെ കെയർഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു മോർച്ചറി കോംപ്ലക്സ് സ്ഥാപിക്കുന്ന സമയത്ത് അത് ആർക്കാണ് പ്രയോജനപ്രദമായിട്ടുള്ളത്? ആ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് വരുന്ന, അല്ലെ, അവരുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകൾക്കല്ലേ അത് ബെനിഫിഷ്യൽ ആവുന്നത്? അപ്പൊ അവരുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ്? പോലീസ് വരും, അല്ലെ? പോലീസ് വരും, ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇതുമായി കോണ്ടാക്ട് വരുന്ന ആളുകളുടെ പേരാണ് പറയുന്നത്. പോലീസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ട്, സ്റ്റാഫുകൾ ഉണ്ട്, അതുപോലെ തന്നെ ആ മരിച്ച ആളുടെ റിലേറ്റീവ്സും ഉണ്ടാവും, അല്ലെ? ഇവരല്ലേ കൂടുതലായിട്ടും മോർച്ചറിയുമായിട്ട് കോണ്ടാക്ട് വരുന്ന ആളുകള്. പോലീസ്, ഡോക്ടേഴ്സ്, മെഡിക്കൽ സ്റ്റുഡൻസ്, അവിടെയുള്ള മറ്റ് സ്റ്റാഫുകള്, അതുപോലെ തന്നെ മരിച്ച ആ വ്യക്തിയുടെ റിലേറ്റീവ്സ്, ബന്ധുക്കള്, അവരൊക്കെയാണ് മോർച്ചറിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകള്. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു മോർച്ചറി കോംപ്ലക്സ്, വളരെ കെയർഫുൾ ആയിട്ടുള്ള ഒരു മോർച്ചറി കോംപ്ലക്സ് ഹോസ്പിറ്റലിൽ സ്ഥാപിക്കുന്നത് വഴി അവർക്ക് കുറച്ചും കൂടി എന്താണ് ബെനിഫിഷ്യൽ ആണ്, അല്ലെങ്കിൽ പ്രയോജനപ്രദമായി മാറുന്നു. നെക്സ്റ്റ് നോക്കിയ പോയിന്റ്, പ്രൊവിഷൻ ഓഫ് മോർച്ചറി facilities and services in a hospital also has an important bearing with regard to public relation of the hospital. എന്താണ് ഒരു മോർച്ചറി ഫെസിലിറ്റി, ഒരു ഹോസ്പിറ്റലിലെ മോർച്ചറിയും അതുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും സേവനം ലഭ്യമാക്കുക എന്നുള്ളത് വഴി എന്താണ് അവിടുത്തെ മറ്റ് ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പബ്ലിക് റിലേഷൻഷിപ്പ്, അവർക്ക് ആ ഒരു പബ്ലിക്കിനോട് അല്ലെങ്കിൽ പൊതുജനങ്ങളുമായിട്ട് ഒരു പബ്ലിക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏറ്റവും വലിയൊരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ ഒരു മോർച്ചറി സർവീസ് ആണ്. അപ്പൊ മോർച്ചറി സർവീസ്, ഒരു ഹോസ്പിറ്റലില് ഒരു മോർച്ചറിയുടെ സേവനം, മോർച്ചറിയുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും സേവനങ്ങളും കൊടുക്കുന്നത് വഴി അത് എന്തിലും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്? ആ ഹോസ്പിറ്റലുകാരും പബ്ലിക്കുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് ഹോസ്പിറ്റല് മോർച്ചറിയും അതുപോലെ സംബന്ധമായിട്ടുള്ള എല്ലാ സേവനങ്ങളും അവർക്ക് നൽകുക എന്ന് പറയുന്നത്. അറിയാലോ, നമ്മൾ അവരുടെ മോർച്ചറി, അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരാൾ മരിച്ചു, അവർ മരിച്ചു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരു മോർച്ചറി ഉണ്ടെങ്കിൽ അത് അവിടുത്തെ അവരുടെ റിലേറ്റീവ്സിനും കുറച്ചുകൂടി എന്താണ് ബെനിഫിഷ്യൽ ആണ്, അല്ലെ? അപ്പൊ അവിടുത്തെ മോർച്ചറിയിൽ തന്നെ അവർ സൂക്ഷിച്ചു വെക്കാം. അപ്പൊ അവരുടെ സമയമാകുമ്പോൾ അവരെന്താണ് അവരുടെ ആ ഒരു ചടങ്ങുകൾക്ക് ആവശ്യമായിട്ട് അവർക്ക് നമ്മൾക്ക് കൊണ്ടുപോയാൽ മതി. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേസസിലാണ് മരണപ്പെട്ടതെങ്കിൽ ആ ഹോസ്പിറ്റലിലെ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് അവർക്ക് മറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇനി അതേസമയം ആ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു മോർച്ചറി സേവനം ഇല്ല എന്നുണ്ടെങ്കിലോ അവർക്ക് ഇവിടെ നിന്ന് അവരുടെ ആംബുലൻസിൽ കയറ്റി അവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക്, മോർച്ചറി ഉള്ള ഇടങ്ങളിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവർക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഓരോ ഹോസ്പിറ്റലുകാരും അതിനനുസരിച്ച് അവരുടേതായ രീതിയിൽ ഒരു മോർച്ചറി കോംപ്ലക്സ് സ്ഥാപിക്കുകയും അതുവഴി പബ്ലിക്കിനോട്, അവിടുത്തെ പൊതുജനങ്ങളോട് അവരൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, much of sentiments value are attached to the dead body of the person who with the social and medical legal importance attached to the mortuary of the hospital. ഇനി ഒരു സെന്റിമെന്റൽ അപ്രോച്ച്, അല്ലെങ്കിൽ സെന്റിമെന്റൽ അപ്രോച്ച് എന്ന് പറയുന്നത് എങ്ങനെയാ? നമ്മുടെ ആ ഒരു സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് ഒരു വികാരഭരിതമായ, അല്ലെ? ഒരു മരിച്ച ആളോട് അല്ലെങ്കിൽ മരിച്ചൊരു ഡെഡ് ബോഡി കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? ഒരു സാമൂഹ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മരിച്ച വ്യക്തി അല്ലെങ്കിൽ മരിച്ചൊരു ഡെഡ് ബോഡി കാണുമ്പോൾ നമുക്ക് കുറെ ഫീലിങ്സ് വരും, അല്ലെ? നമുക്ക് എന്താ, അതെ, നമുക്കൊരു വിഷമോ അല്ലെങ്കിൽ എന്താ ഒരു സങ്കടമൊക്കെ അല്ലേ നമുക്ക് വരുന്നത്? അവരുടെ റിലേറ്റീവ്സ് എങ്ങനെയായിരിക്കും ഇത് സഹിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു സെന്റിമെന്റൽ വാല്യൂ അല്ലേ നമുക്ക് ആ ഒരു ഡെഡ് ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യലി നോക്കുമ്പോൾ, സാമൂഹ്യപരമായിട്ട് നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു വ്യക്തി മരിച്ചപ്പോൾ അത് ആരും ആയിക്കോട്ടെ, എങ്ങനെയോ ആയിക്കോട്ടെ അയാൾ, പക്ഷെ മരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സഹതാപം, അല്ലെ? അങ്ങനെ ഒരു രീതിയിലുള്ള കാര്യമില്ലേ നമുക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ എന്താണ്, രണ്ടാമത് ഒരു മരിച്ച ഡെഡ് ബോഡിയുമായി ബന്ധപ്പെട്ട് രണ്ട് വാല്യൂസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഒന്ന് സെന്റിമെന്റൽ വാല്യൂ, ഇതിപ്പോ സാമൂഹ്യപരമായിട്ട് നമ്മുടെ പൊതു ജനങ്ങൾക്ക് കൂടുതലായിട്ട് നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഡെഡ് ബോഡിയെ നോക്കിക്കാണുന്നത്? ഒരു സെന്റിമെന്റ്സ് ഉള്ള രീതിയിൽ, അല്ലെ? എന്താണ്, ഒരു വിഷമം അല്ലെങ്കിൽ സങ്കടം എന്ന രീതിയിൽ കുറെ ഫീലിങ്സ് ആണ് നമുക്ക് വരുന്നത്. ആ ഒരു രീതിയിൽ ആ ഒരു ഡെഡ് ബോഡിയുമായി
പരമായിട്ട് ആ ഒരു വാല്യൂ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള അല്ലെങ്കിൽ ലീഗൽ പരമായിട്ടുള്ള കേസസ് ഉള്ള ഒരു ഡെഡ് ബോഡി ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരുന്നുണ്ട്, മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസും ആ ഒരു വാല്യൂ കൂടി അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു മോർച്ചറിയില് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ വരുന്ന ഓരോ ഡെഡ് ബോഡിയുമായിട്ട് സോഷ്യലി നോക്കുമ്പോൾ എന്താണ്, ഒരു സെന്റിമെന്റൽ വാല്യൂ ആണ് കൊടുക്കേണ്ടത് അല്ലെ, സെന്റിമെന്റൽ വാല്യൂ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് അങ്ങനെയല്ലേ തോന്നുക, ഒരു മരിച്ച ആളുടെ ഡെഡ് ബോഡി കാണുമ്പോൾ നമുക്ക് ഫീലിങ്സ് ആണ് വരിക അല്ലെ, സങ്കടമോ അല്ലെങ്കിൽ വിഷമോ ഒക്കെയുള്ള അങ്ങനെയുള്ള ഒരു ഫീലിങ്സ് അല്ലേ നമുക്ക് വരാം. അതേസമയം അതാണ് സെന്റിമെന്റൽ വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സെന്റിമെന്റൽ വാല്യൂവും ആ ഒരു മോർച്ചറിയില് ഡെഡ് ബോഡിയുമായിട്ട് വരുന്നുണ്ട്, അനുബന്ധിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, കേസസ് ഉള്ളതാണെങ്കിൽ ലീഗൽ കേസസിൽ ഉൾപ്പെട്ടിട്ടുള്ള മരണമാണ് അല്ലെങ്കിൽ ഡെഡ് ബോഡീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു മെഡിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സിലുള്ള ഒരു വാല്യൂ കൂടി അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. കിട്ടിയോ? Therefore, establishment and management of mortuary is of significance of every hospital. അതുകൊണ്ട് തന്നെ ഏതൊരു ഹോസ്പിറ്റലിലും വളരെ കൃത്യമായിട്ട് മോർച്ചറീസ് സ്ഥാപിക്കുകയും അത് നടത്തിപ്പ് മാനേജ് ചെയ്യുക, അതിന്റെ നടത്തിപ്പും കാര്യങ്ങളും കൃത്യമായ രീതിയിൽ ചെയ്യുകയും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ വളരെയധികം പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. നീഡ് ഫോർ മോർച്ചറിയിൽ നമ്മൾ 4 പോയിന്റ്സ് ആണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇടം മോർച്ചറി കോംപ്ലക്സിന് വേണ്ടിയിട്ട് നൽകേണ്ടത്. എങ്ങനെയുള്ള സ്ഥലമായിരിക്കണം, ഒരു ഡ്യൂബിയസ് സ്പേസ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ അധികം ആരുടെയും ശ്രദ്ധ ചെന്നെത്താത്ത ഒരിടത്ത് ഇടമായിരിക്കണം ആ ഒരു മോർച്ചറി പണിയേണ്ടതായിട്ടുള്ള ഒരു ഇടം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലം കണ്ടെത്തി നൽകുകയും അവിടെ വരുന്ന അവിടെ എന്താണ് ഡെഡ് ബോഡീസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുകയും, പല രീതിയിൽ പല കാരണങ്ങളാൽ ഡെഡ് ബോഡീസിനെ അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ട് പെൻഡിങ്ങിൽ ഇരിക്കുന്നതാവാം, അല്ലെങ്കിൽ ആ ഒരു മരണ കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ടാവാം അവിടെ ഡെഡ് ബോഡീസിനെ സ്റ്റോർ ചെയ്യേണ്ടത്. അങ്ങനെ എന്തുമായിക്കട്ടെ ഇത് വരുന്ന ഡെഡ് ബോഡിയെയും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി അങ്ങനെ കോംപ്ലക്സ് ഉണ്ടാക്കി നൽകേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യമാണ്. രണ്ടാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വളരെ കെയർഫുൾ ആയിട്ടുള്ള ഒരു മോർച്ചറി കോംപ്ലക്സ് ഉണ്ടാക്കിയെടുക്കുന്നത് വഴി അത് ആർക്കൊക്കെ ബെനിഫിഷ്യൽ ആണെന്ന് പറയുന്നത്, ആ മോർച്ചറി കോംപ്ലക്സുമായി ബന്ധപ്പെട്ട് കോണ്ടാക്റ്റിന് വരുന്ന ആളുകളാണ് പോലീസ്, ഡോക്ടേഴ്സ്, മെഡിക്കൽ സ്റ്റുഡൻസ്, സ്റ്റാഫ്സ് ആൻഡ് റിലേറ്റീവ്സ് ഓഫ് ദി ഡെഡ്. മരിച്ച ആൾക്കാരുടെ റിലേറ്റീവ്സ് അവരുമായിട്ടൊക്കെ ഇവര് മോർച്ചറിയുമായിട്ട് കോണ്ടാക്ട് വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെയുള്ള ഒരു മോർച്ചറി കോംപ്ലക്സ് സ്ഥാപിക്കുമ്പോൾ അത് കുറച്ചുകൂടി പ്രയോജനപ്രദമായിരിക്കും. തേർഡ് പോയിന്റ് എന്താ പറഞ്ഞത്, അവിടെ ആ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും എല്ലാ സൗകര്യങ്ങളും നൽകുന്നത് വഴി അവർക്ക് ആ പബ്ലിക്കും ആ ഹോസ്പിറ്റലിൽ ആ ഒരു മറ്റു പബ്ലിക്കുമായിട്ട് ഈ പൊതുജനങ്ങളുമായിട്ട് ഒരു നല്ല ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫോർത്ത് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോർച്ചറിയിലുള്ള ഓരോ ഡെഡ് ബോഡിയുമായിട്ട് സെന്റിമെന്റൽ വാല്യൂവും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ വാല്യൂസും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. സെന്റിമെന്റൽ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് കുറച്ച് ഫീലിങ്സ് ആണ് അല്ലെ, നമ്മുടെ ആ ഒരു ഫീലിങ്സ്, അതായത് മരിച്ച ആളോട് നമ്മൾ കാണിക്കുന്ന കുറച്ച് എന്താണ് ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ ഒരു നമുക്ക് സങ്കടമോ വിഷമോ ഒക്കെ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു വികാരങ്ങളാണ് നമുക്ക് ആ ഒരു സമയത്ത് ആ ഒരു ഡെഡ് ബോഡിയോട് തോന്നുന്നത് അല്ലെ, സോഷ്യലി അങ്ങനെയാണ്. അതേസമയം മെഡിക്കോ ലീഗൽ ആസ്പെക്ട്സിൽ നോക്കുമ്പോഴോ മെഡിക്കൽ ലീഗൽ കേസസ് ഉള്ള ഡെഡ് ബോഡീസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അതിനോട് അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു ഹോസ്പിറ്റലിലും ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു മോർച്ചറി കോംപ്ലക്സ് സ്ഥാപിക്കുകയും അത് നടപ്പിലാക്കുകയും അതിന്റെ നടത്തിപ്പ് മുൻകൈയെടുത്ത് നടത്തുകയും ചെയ്യുന്നത്, അതിന്റെ ഒരു മാനേജ്മെന്റും ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഇവിടെ പറയുന്നത്. കിട്ടിയോ? നീഡ് ഫോർ മോർച്ചറി ക്ലിയർ ആയോ? തേർഡ് പോയിന്റ് ആണോ പറയാൻ പറയുന്നേ? പ്രൊവിഷൻ ഓഫ് മോർച്ചറി ഫെസിലിറ്റീസ്, അതായത് മോർച്ചറിയുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ സേവനങ്ങളും ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് വഴി ആ മറ്റു പബ്ലിക് അല്ലെ, നമ്മുടെ ആ മോർച്ചറി സേവനം കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, അവിടെ വരുന്ന പബ്ലിക് അല്ലെ, പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേവനമല്ലേ ഇത്. അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡെഡ് ബോഡീസ് എന്ത് ചെയ്യാം, അതാത് ഹോസ്പിറ്റലിൽ അവർക്ക് മോർച്ചറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കാനും അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവിടെ നിന്ന് മാറ്റാനും ഒക്കെ സാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഏതൊരു ഹോസ്പിറ്റലിലും ഇങ്ങനെയുള്ള ഒരു മോർച്ചറി സേവനവും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫെസിലിറ്റീസും നൽകുന്നത് വഴി അവിടെ നിന്നും ആ ഹോസ്പിറ്റലുകാരും ഒരു പബ്ലിക് അല്ലെങ്കിൽ പൊതുജനങ്ങളോടും അവര് തമ്മിൽ എന്താ ഹോസ്പിറ്റലും ആ പൊതുജനങ്ങളും തമ്മിലൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ,
ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പൊയ്ക്കോട്ടെ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസ്. മോർച്ചറി സർവീസുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, കുറച്ച് പോയിന്റ്സ് പറയുന്നുള്ളൂ കേട്ടോ. ഫങ്ഷൻസ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് നോക്കിയാൽ മതി കേട്ടോ. ശ്രദ്ധിക്കുക. ഫസ്റ്റ് പോയിന്റ്, ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസിലെ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ടു കൺസേർവ് ദ ഡെഡ് ബോഡി ടിൽ ദ ഫോർമാലിറ്റീസ് ഓഫ് ദ ഹാൻഡിംഗ് ഓവർ ഓഫ് ഡിസീസ്ഡ് ഈസ് കംപ്ലീറ്റഡ്. എന്താണ് ഡിസീസ് എന്ന് പറയുന്നത്? മരണമടഞ്ഞ ആള്, ആ വ്യക്തിയാണ് കേട്ടോ. മരണമടഞ്ഞ ആ വ്യക്തിയാണ് ഡിസീസ് എന്ന് പറയുന്നത്, മരണമടഞ്ഞ വ്യക്തി. ഓക്കെ, അപ്പോ ടു കൺസേർവ് ദ ഡെഡ് ബോഡീസ്, കൺസേർവ് എന്ന് പറയുന്നത് കീപ് ചെയ്യുക അല്ലെ. ടു കീപ് കൺസേർവ് അല്ലെങ്കിൽ കീപ് ദ ഡെഡ് ബോഡി till the formalities of the handing over of deceased is completed. അതായത് ആ മരണമടഞ്ഞ ആളെ കൈമാറ്റം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് കൈമാറും അല്ലെ. ആ കൈമാറ്റത്തിന്റെ നടപടിക്രമങ്ങൾ, അതാണ് ഫോർമാലിറ്റീസ്. ഹാൻഡിങ് ഓവർ, ഫോർമാലിറ്റീസ് ഓഫ് ദ ഹാൻഡിങ് ഓവർ, കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകുന്നത് വരെ ഡെഡ് ബോഡീസിനെ കീപ്പ് ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? മോർച്ചറിയിലാണ്. അതാണ് ടു കൺസേർവ് ദ ഡെഡ് ബോഡി ടിൽ ദ ഫോർമാലിറ്റീസ് ഓഫ് ദ ഹാൻഡിംഗ് ഓവർ ഓഫ് ഡിസീസ് ഈസ് കംപ്ലീറ്റഡ്. എന്താണ് പറയുന്നത്? ഡിസീസ് എന്ന് പറഞ്ഞാൽ മരണമടഞ്ഞ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു ബന്ധുക്കൾക്ക് ആ മരണമടഞ്ഞ ആ ഒരു ഡെഡ് ബോഡി, ആ മൃതദേഹം കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ഫോർമാലിറ്റീസും അല്ലെങ്കിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകുന്നത് വരെ ഡെഡ് ബോഡീസിനെ എവിടെ കീപ്പ് ചെയ്യുന്നത്? മോർച്ചറിയിൽ കീപ്പ് ചെയ്യുന്നു. Okay, second point, to keep the dead body unclaimed till the relatives claim and take away for final disposal. എന്താണ് പറയുന്നത്? ഡെഡ് ബോഡീസിനെ രണ്ടാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? ടു കീപ് ദ ഡെഡ് ബോഡീസ് അൺക്ലെയിംഡ് എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചറിയാത്ത അല്ലെ, തിരിച്ചറിയാത്തതായിട്ടുള്ള ഡെഡ് ബോഡീസ് ഉണ്ടെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് വന്ന് അത് തിരിച്ചറിയുന്നത് വരെ, ഇനി അത് തിരിച്ചറിഞ്ഞ് അവരവിടെ നിന്ന് ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ട് ആ ഡെഡ് ബോഡീസിനെ കൊണ്ടുപോകുന്നത് സമയം വരെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഡെഡ് ബോഡീസിനെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇനി യൂഷ്വലി പ്രധാനമായിട്ട് എങ്ങനെയാ പറയുന്നത്? ബോഡീസ് ദാറ്റ് ആർ നോട്ട് ക്ലെയിംഡ് ആർ കെപ്റ്റ് ഫോർ 72 hours and unless claimed till that period, disposal of dead bodies done in keeping with the existing policy of hospital and as per the law of land. ഇനി ഇവിടെ ഡെഡ് ബോഡീസ് മോർച്ചറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണ്? അൺക്ലെയിംഡ് ആണെങ്കിൽ തിരിച്ചറിയാൻ പറ്റാത്തതായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് വന്ന് ആ ഒരു ഡെഡ് ബോഡി തിരിച്ചറിഞ്ഞ് അവർ ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ട് ഡെഡ് ബോഡീസിനെ കൊണ്ടുപോകുന്നത് വരെയും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അത് എത്ര സമയമാണെന്നാ പറയുന്നത്? ഡെഡ് ബോഡീസ് ആർ നോട്ട് ക്ലെയിംഡ്, അവിടെ ക്ലെയിം ചെയ്യാത്ത, തിരിച്ചറിയാൻ പറ്റാത്തതായിട്ടുള്ള ഡെഡ് ബോഡീസ് വന്നിട്ടുണ്ടെങ്കിൽ അത് 72 മണിക്കൂർ വരെയും അവിടെ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സ്റ്റോർ ചെയ്യുകയും കീപ്പ് ചെയ്ത് വെക്കുകയും ആ 72 മണിക്കൂറുകൾ ശേഷം ആ പറഞ്ഞിരിക്കുന്ന ആ ഒരു ടൈം പീരീഡിനുള്ളിൽ അവിടെ ആരും തിരിച്ചറിയാനായിട്ട് അവിടെ എത്തിപ്പെട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? ആ ഡെഡ് ബോഡീസിന് എന്ത് ചെയ്യുന്നു? ഡിസ്പോസൽ ഓഫ് ദ ഡെഡ് ബോഡി ഇസ് ഡൺ ഇൻ കീപ്പിംഗ് ദ എക്സിസ്റ്റിംഗ് പോളിസി ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഒരു പോളിസി അനുസരിച്ചും നിലവിലുള്ള ആസ് പെർ ദ ലോ ഓഫ് ലാൻഡ്, നിലവിലുള്ള ലോ അനുസരിച്ചും എന്താ ചെയ്യുന്നത്? ആ ഡെഡ് ബോഡീസിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് അയക്കുന്നു. കിട്ടിയോ? രണ്ടാമത്തെ പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയോ? ഡെഡ് ബോഡി അൺക്ലെയിംഡ് ആയിട്ടുള്ളത് എന്താ? ഇത്രയും മനസ്സിലാക്കിയാൽ മതി ആ ഒരു പോയിന്റിൽ. അതായത് തിരിച്ചറിയാൻ പറ്റാത്തതായിട്ടുള്ള ഡെഡ് ബോഡീസ് ഉണ്ടാവില്ല, ആരും ഐഡന്റിഫിക്കേഷൻ ചെയ്യാത്തതായിട്ടുള്ള ഡെഡ് ബോഡീസ്, ആ ഡെഡ് ബോഡീസിനെയും നമ്മൾ ഈ ഒരു മോർച്ചറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ കീപ്പ് ചെയ്ത് വെക്കുന്നത്. അത് എത്ര സമയം വരെയാണ്? ആരെങ്കിലും ഒരു റിലേറ്റീവ് വന്ന് അതിനെ തിരിച്ചറിഞ്ഞ് അവർക്ക് എന്ത് ചെയ്യാം? ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ട് അവർക്ക് ആ ഒരു ഡെഡ് ബോഡിയെ കൊണ്ടുപോകാം. അവിടെ അത്രയും സമയം അവിടെ എന്ത് ചെയ്യാം? കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് സമയം അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ഒരു 72 hours ആണ്. തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഡെഡ് ബോഡി ആണെങ്കിൽ 72 hours-ഓളം നമ്മൾ എന്ത് ചെയ്യും? അവിടെ ക്ലെയിം ചെയ്യാൻ ആരെങ്കിലും വരുന്നുണ്ടോ, അല്ലെങ്കിൽ തിരിച്ചറിയാനായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് കൊണ്ട് എന്താണ് അവിടെ വെയിറ്റ് ചെയ്യും. ആ ഒരു
പറഞ്ഞിരിക്കുന്ന ആ ടൈം പീരീഡിനുള്ളിൽ ആരും വന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ആരും തിരിച്ചറിയാൻ ആ ഒരു ഡെഡ് ബോഡി തിരിച്ചറിഞ്ഞില്ല, അല്ലെങ്കിൽ ഇന്ന ആളാണ് ഞങ്ങളുടെ റിലേറ്റീവ് ആണെന്ന് ആരും പറഞ്ഞു വന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, ആ ഹോസ്പിറ്റലിലെ നിലവിൽ ഇപ്പോഴുള്ള ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ചും അതുപോലെ തന്നെ അവരുടെ എന്താണ് ഇപ്പൊ നിലവിലുള്ള അവരുടെ ആ ഒരു നമ്മുടെ ആ ഒരു നിയമം അനുസരിച്ചും എന്ത് ചെയ്യും, ആ ഡെഡ് ബോഡീസ് എന്തിനു വേണ്ടിയിട്ട് വെക്കും, അതെ ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ട് അയക്കും. അതാണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞത്. Okay, third point നോക്കി, to receive and store dead body that requires postmortem examination. ഇനി എന്താ ചെയ്യുന്നത്, to receive and store dead body that requires postmortem examination. Postmortem examinations ചെയ്യേണ്ടതായിട്ടുള്ള ഡെഡ് ബോഡീസിനെ എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. To receive and store dead body that requires postmortem examination. Postmortem examination ആയിട്ട് വരുന്ന ഡെഡ് ബോഡീസിനെ എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് ആണ് to conduct medical legal postmortem work. Okay, മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക്. പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ എന്താ, പോസ്റ്റ്മോർട്ടം ചെയ്യുക, അല്ലെങ്കിൽ അവിടെ എന്താ പോസ്റ്റ്മോർട്ടം ചെയ്ത എക്സാമിനേഷൻസ് അല്ലെങ്കിൽ പരിശോധനകൾ നടത്തി അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തെളിവുകൾ എവിഡൻസുകൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ടു കണ്ടക്ട് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക്. മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക് വരുമ്പോൾ എന്താ, അവിടെ മെഡിക്കൽ ആസ് വെൽ ആസ് ലീഗൽ ആസ്പെക്ട്സിൽ വരുന്നുണ്ട് അല്ലെ. ഈ മെഡിക്കോ ലീഗൽ കേസസ് നിങ്ങൾ വേറെ ഏതെങ്കിലും ചാപ്റ്റർ പഠിച്ചോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ മെഡിക്കോ ലീഗൽ കേസസ് പഠിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പൊ എന്താ മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്കിൽ വരുന്ന ഏതൊക്കെ സിറ്റുവേഷൻസിലുള്ളവരാ മെഡിക്കോ ലീഗൽ വരുന്നത്? ഏതാ? ആക്സിഡൻസ്. നെക്സ്റ്റ് അതെ, റേപ്പ്, പോലീസ് കേസസ് ആയിട്ടുള്ളവ അല്ലെ. അതായത് പോലീസ് കേസസ്, റേപ്പ്, മർഡർ, ആക്സിഡൻസ് പോലെയുള്ള അങ്ങനെയുള്ള എല്ലാ ലീഗൽ കേസസിൽ വരുന്നവരെയും മെഡിക്കോ ലീഗൽ കേസിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അല്ലെ. അപ്പൊ അതിനുള്ളിൽ വരുന്ന അങ്ങനെ വരുന്ന കേസസിന്റെ പോസ്റ്റ്മോർട്ടം ആണ് നമ്മൾ മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പോസ്റ്റ്മോർട്ടവും നടക്കുന്നുണ്ട്. ഇപ്പൊ രണ്ട് രീതിയിലുണ്ട്. സാധാ നോർമൽ പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ലീഗൽ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള കേസുകളല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ നെക്സ്റ്റ് പറയുന്നുണ്ട്. രണ്ട് രീതിയിൽ ഇവിടെ ഡെഡ് ബോഡീസിനെ തിരിച്ചിട്ടുണ്ട്. അതായത് നോൺ മെഡിക്കോ ലീഗലും മെഡിക്കോ ലീഗലും. മെഡിക്കോ ലീഗൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താ, ലീഗൽ കേസസ് അല്ലെങ്കിൽ പോലീസ് കേസസ് പോലെയുള്ള ലീഗലി കേസസ് ഉള്ള സംഭവങ്ങൾ വഴി മരിച്ച ആൾക്കാരായിരിക്കും അല്ലെ. അപ്പൊ അവരുടെ ഡെഡ് ബോഡീസ് സെപ്പറേറ്റ് അല്ലെങ്കിൽ വേറെ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എവിഡൻസുകൾ കളക്ട് ചെയ്യുന്നത്, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്കാണ്. അത് കുറച്ചും കൂടി എന്താണ് ഡീപ്പായിട്ട് അവിടെ എവിഡൻസുകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പ്രൊസീജിയർ ചെയ്യും. എന്നാൽ നോർമൽ ആയിട്ടുള്ള സാധാ ഒരു പോസ്റ്റ്മോർട്ടം പ്രൊസീജിയർ ഒക്കെ ആണെങ്കിൽ അവിടെ ആ ഒരു മരണ കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും സാധാ ഉള്ള ഒരു പോസ്റ്റ്മോർട്ടം ആണ് ചെയ്യുന്നതെങ്കിൽ, മറ്റേ മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്കിൽ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്, കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ അവിടുത്തെ മരണ കാരണം മാത്രം കണ്ടെത്തിയാൽ പോരാ, എവിഡൻസുകൾ, മറ്റ് എവിഡൻസുകൾ, സമയം അല്ലെ, കറക്റ്റ് സമയം, ഏകദേശം മരണ സമയം, അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ, ഇനി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രം. ഓക്കെ, അപ്പൊ മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക് ജസ്റ്റ് എന്താ, മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം ഒന്ന് എഴുതി വെച്ചേ, നോട്ട്സിലൊന്ന് എഴുതി വെച്ചേ. മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. ഓക്കെ, the purpose of a medico legal autopsy, the purpose of നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പഠിക്കാനുണ്ട്, രണ്ട് ടൈപ്പ്. അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതി വെച്ചു. The purpose of a medico legal autopsy, the purpose of a medico legal autopsy, the purpose of a medico legal autopsy is to determine whether a death was natural or unnatural, whether a death was natural or unnatural, and to produce an evidentiary document, and to produce an evidentiary document
and to produce an evidentiary document that can be used in legal proceedings. That can be used in legal proceedings. Medico legal autopsy അല്ലെങ്കിൽ postmortem എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിയെ? The purpose of a medico legal autopsy is to determine whether a death was natural or unnatural. അല്ലെ, ആ ഒരു മരണം നാച്ചുറൽ ആയിട്ട് മരിച്ചതാണോ, സ്വാഭാവികമാണോ അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ടുള്ള മരണമാണോ എന്ന് നിശ്ചയിക്കാൻ, ഡിറ്റർമൈൻ ചെയ്യാൻ, നിശ്ചയിക്കുക അല്ലെങ്കിൽ ഉറപ്പുവരുത്തുക അല്ലെ. അപ്പൊ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ലീഗൽ പ്രൊസീഡിംഗ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. And to produce an evidentiary document that can be used in legal proceedings അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള കേസസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള എവിഡൻസ് അല്ലെങ്കിൽ ആ ഒരു എവിഡൻസുകൾ അല്ലെങ്കിൽ അവിടുത്തെ എന്താണ് അവിടെ ആ ഒരു ഓരോ കാര്യങ്ങളും, മരിച്ച കാരണങ്ങള്, സമയം, അതുപോലെ തന്നെ അവിടെ എന്തൊക്കെ ചെയ്തേ, മറ്റാരെങ്കിലും അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു മരണ കാരണം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, മരിക്കാനുണ്ടായ സിറ്റുവേഷൻ, സന്ദർഭങ്ങള്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അതിനുള്ള എവിഡൻസുകൾ അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിക്കുന്നുണ്ട് ഈ ഒരു മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീടുള്ള ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് മറ്റ് ലീഗൽ പ്രൊസീഡിങ്സ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന അങ്ങനെയുള്ള എവിഡൻസുകൾ, തെളിവുകൾ കളക്ട് ചെയ്യാനായിട്ട് ഈ ഒരു മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം സഹായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്കുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന പോയിന്റ് ആണ് ടു ഗിവ് ടീച്ചിങ് പ്രോഗ്രാംസ് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ്സ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. അണ്ടർ ഗ്രാജുവേറ്റ്സിനും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനും എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചിങ് പ്രോഗ്രാമുകൾ കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ടീച്ചിങ് പ്രോഗ്രാമുകൾ കൊടുക്കുന്നത്? നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, മോർച്ചറി അല്ലെങ്കിൽ ഡെഡ് ബോഡീസുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ടീച്ചിങ് പ്രോഗ്രാംസ് കൊടുക്കുന്നത്? അവർക്ക് എന്ത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാ? എന്തിനാണ് ടീച്ചിങ് പ്രോഗ്രാംസ് കൊടുക്കുന്നത്? അനാട്ടമിക്കൽ സ്റ്റഡി അല്ലെ, ഇന്റേണൽ ഓർഗൻസ് പോലുള്ള അനാട്ടമിക്കൽ സ്റ്റഡിയെ പറ്റി അല്ലെങ്കിൽ അനാട്ടമി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ മെഡിക്കൽ സ്റ്റഡി ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ അണ്ടർ ഗ്രാജുവേറ്റ്സിനും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനും ടീച്ചിങ് പ്രോഗ്രാമുകൾ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ദ ടൈപ്സ് ഓഫ് ദ ഡെഡ് ബോഡി പ്രിസർവ്ഡ് ഇൻ ദ മോർച്ചറി ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് നോൺ മെഡിക്കോ ലീഗൽ ആൻഡ് മെഡിക്കോ ലീഗൽ. നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു മോർച്ചറിയിൽ വരുന്ന ഡെഡ് ബോഡീസ്, പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്ന ഡെഡ് ബോഡീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്താണ് അത്? ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ആ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. നോൺ മെഡിക്കോ ലീഗൽ എന്നും മെഡിക്കോ ലീഗൽ എന്നും. മെഡിക്കോ ലീഗൽ കേസ് നമുക്കറിയാം അല്ലെ, ലീഗൽ വരുന്ന കേസസിനുള്ളിൽ പെട്ടിട്ടുള്ള ഡെഡ് ബോഡീസ് ആണ്. പോലീസ് കേസസ് പോലുള്ള ലീഗൽ കേസസ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ളത് ഇപ്പൊ സൂയിസൈഡ് വന്നതാവാം, അല്ലെങ്കിൽ മർഡേഴ്സ് ആവാം, മറ്റെന്തെങ്കിലും ആക്സിഡൻസോ കാര്യങ്ങളൊക്കെ മൂലം അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന എല്ലാ ഡെഡ് ബോഡീസും, അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡെഡ് ബോഡീസും മെഡിക്കോ ലീഗലിൽ ഉൾപ്പെടും. ബാക്കിയുള്ള അല്ലെങ്കിൽ മെഡിക്കോ ലീഗലിൽ ഉൾപ്പെടാത്ത മറ്റെല്ലാ കേസസും അല്ലെങ്കിൽ മറ്റെല്ലാ ഡെഡ് ബോഡീസും നോൺ മെഡിക്കോ ലീഗൽ ആണ്. അപ്പൊ അവിടെ ഒരു ലീഗൽ ആയിട്ടുള്ള പ്രൊസീഡിങ്സോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അവിടെ മരണ കാരണം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്നാൽ മെഡിക്കോ ലീഗൽ കണ്ടീഷൻ വരുമ്പോൾ അങ്ങനെയല്ല അല്ലെ, കുറച്ചും കൂടി കൂടുതലായിട്ട് ഡീപ്പായിട്ട് എവിഡൻസുകൾ, തെളിവുകൾ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ മരണ കാരണം മാത്രം കണ്ടെത്തിയാൽ മതിയാവില്ല, ബാക്കി ഒത്തിരി കാര്യങ്ങൾ അവിടെ ആ ഒരു ലീഗൽ പ്രൊസീഡിങ്സിന്റെ ഭാഗമായിട്ട് കണ്ടെത്തേണ്ടതായിട്ട് വരും. ഡെഡ് ബോഡീസിനെ രണ്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മെഡിക്കോ ലീഗൽ എന്നും നോൺ മെഡിക്കോ ലീഗൽ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസിൽ എന്തൊക്കെയാ വരുന്നത്? ആദ്യം പറഞ്ഞിട്ടുണ്ട് നമ്മള് ഡിസീസ്ഡ് അല്ലെങ്കിൽ മരണമടഞ്ഞ വ്യക്തികൾക്ക് അവർക്ക് അവരുടെ റിലേറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് എന്ത് ചെയ്യണം, കൈമാറണം അല്ലെ. അപ്പൊ ആ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകുന്നവരെ ഡെഡ് ബോഡീസിനെ എവിടെയാണ് കീപ്പ് ചെയ്യുന്നത്? മോർച്ചറിയിൽ കീപ്പ് ചെയ്ത് വെക്കുന്നു. രണ്ടാമതായിട്ട് പറഞ്ഞ എന്താ, അൺക്ലെയിംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ്
തിരിച്ചറിയപ്പെടാത്തതായിട്ടുള്ള ഡെഡ് ബോഡീസ് ഉണ്ടെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് വന്ന് അതിനെ ക്ലെയിം ചെയ്യാണെങ്കിൽ തിരിച്ചറിയാണെങ്കിൽ അവർക്ക് ഫൈനൽ ഡിസ്പോസൽ വേണ്ടി അത് എന്ത് ചെയ്യും, ഹാൻഡ് ഓവർ ചെയ്യും. ഇനി ഇൻ കേസ് 72 hours ആണ് അവിടെ ഒരു സമയം പറയുന്നത്. ആ 72 hoursനുള്ളിൽ അവിടെ ആരും ക്ലെയിം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആരും തിരിച്ചറിയപ്പെടാനായിട്ട് അത് വന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ചും നിലവിലുള്ള നിയമം അനുസരിച്ചും അവരെന്ത് ചെയ്യും, ആ ഒരു ഡെഡ് ബോഡിയെ ഡിസ്പോസലിനായിട്ട് അടയ്ക്കും. കിട്ടിയോ? സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അത്രയും മനസ്സിലാക്കിയാൽ മതി. അതാണ് ഷോർട്ട് ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. തേർഡ് പോയിന്റ് നോക്കിയേ, ടു റിസീവ് ആൻഡ് സ്റ്റോർ ഡെഡ് ബോഡീസ്. പോസ്റ്റ്മോർട്ടം പരിശോധനകൾ നടത്താൻ, പോസ്റ്റ്മോർട്ടം ചെയ്ത് പരിശോധനകൾ നടത്തി അവരുടെ മരണം കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഡെഡ് ബോഡീസിനെ എന്ത് ചെയ്യുന്നു, അങ്ങനെ വരുന്ന ഡെഡ് ബോഡീസിനെ റിസീവ് ചെയ്യുന്നു, സ്വീകരിക്കുകയും സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേ, മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്കുകൾ കണ്ടക്ട് ചെയ്യുന്നു. അപ്പൊ മെഡിക്കൽ ആസ്പെക്ട്സും ലീഗൽ ആസ്പെക്ട്സും ഉൾപ്പെടുന്ന ഒരു ഡെഡ് ബോഡീസ് ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ചും കൂടി എന്ത് ചെയ്യണം, എവിഡൻസുകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ അതിന് വഴി എന്താണ് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ്, എവിഡൻഷ്യൽ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യാനും ഈ ഒരു പോസ്റ്റ്മോർട്ടം വർക്കിലൂടെ സഹായിക്കുന്നു. നെക്സ്റ്റ് പറഞ്ഞ എന്താ, ടു ഗിവ് ടീച്ചിങ് പ്രോഗ്രാംസ് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ്സ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. അണ്ടർ ഗ്രാജുവേറ്റ്സിനും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനും ടീച്ചിങ് പ്രോഗ്രാമുകൾ നൽകുന്നു. ലാസ്റ്റ് പോയിന്റ് എന്താ, ടു ദ ടൈപ്സ് ഓഫ് ഡെഡ് ബോഡി പ്രിസർവ്ഡ് ഇൻ ദ മോർച്ചറി ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ടു. രണ്ടായിട്ട് മോർച്ചറിയിലുള്ള ഡെഡ് ബോഡീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ വരുന്നതാണ് നോൺ മെഡിക്കോ ലീഗൽ, സെക്കൻഡ് വൺ വരുന്നതാണ് മെഡിക്കോ ലീഗൽ. മെഡിക്കോ ലീഗൽ നിങ്ങൾക്കറിയാലോ, അതിൽ വരുന്ന കേസസ് പോലീസ് കേസസ് പോലുള്ള മർഡേഴ്സോ സൂയിസൈഡ്സ് നടന്നതോ അല്ലെങ്കിൽ ആക്സിഡന്റ്സോ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അതായത് ലീഗൽ പ്രൊസീഡിങ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കേസസിൽ ഉൾപ്പെടുന്നതായിട്ടുള്ള ഡെഡ് ബോഡീസ് അവയെല്ലാം നോൺ മെഡിക്കോ ലീഗൽ വരുന്നതാണ്. അത് ഉൾപ്പെടാത്ത, മെഡിക്കോ ലീഗലിൽ ഉൾപ്പെടാത്ത മറ്റെല്ലാ ഡെഡ് ബോഡീസും നോൺ മെഡിക്കോ ലീഗലിലാണ് കണക്കാക്കുന്നത്. മെഡിക്കോ ലീഗൽ ആകുമ്പോൾ കുറച്ചും കൂടി അവിടെ ആ ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഡെഡ് ബോഡീസിനെ പ്രിസർവ് ചെയ്ത് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ക്ലിയർ ആയോ? ഫങ്ഷൻസ് ക്ലിയർ ആയോ? പിന്നെ നമ്മൾ ഇത്രയും എടുക്കുന്നുള്ളൂ, ഫങ്ഷൻസ് വരെ എടുക്കുന്നുള്ളൂ. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലെ? ഇൻട്രൊഡക്ഷൻ, നീഡ് ഫോർ മോർച്ചറി ആൻഡ് ഫങ്ഷൻസ് ഓഫ് മോർച്ചറി എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതിൽ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ പറഞ്ഞതെന്നല്ലോ, മോർക്ക് അല്ലെങ്കിൽ മോർച്ചറിയുടെ മറ്റൊരു പേര് എന്താണ്, അതുപോലെ മോർച്ചറി എന്താ ചെയ്യുന്നത് എന്നാണ്, ഇറ്റ് ഹാൻഡിൽസ് ദി പ്രിസർവേഷൻ ഓഫ് ദ ഡെഡ് ബോഡി അല്ലെങ്കിൽ സ്റ്റോറേജ് ഓഫ് ദ ഡെഡ് ബോഡി ആണ് അല്ലെ. അങ്ങനെയും ചോദിക്കാം. മോർച്ചറിയുടെ പ്രധാനമായിട്ട് വരുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ മോർച്ചറി എന്താണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ മോർഗ് എന്ന് പറയുന്ന വേർഡ് എന്തിൽ നിന്നും, ഫ്രഞ്ച് വേർഡിൽ നിന്നും ഡിറൈവ് ചെയ്തിരിക്കുന്നു, അതിന്റെ മീനിങ് എന്താണ് എന്നുള്ളത് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ വന്നത് ഫങ്ഷൻസ് ആണെങ്കിലും നീഡ് ഫോർ മോർച്ചറി ആണെങ്കിലും നിങ്ങൾ ആ ഒരു 4 പോയിന്റ്സ് വീതം, 4-5 പോയിന്റ്സ് ഒക്കെ വീതമേ ഉള്ളൂ. അപ്പൊ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അതില് ഇൻക്ലൂഡഡ് ആയത് ഏതാണ്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് നീഡ് ഫോർ മോർച്ചറിയിൽ നിന്നും ഫങ്ഷൻസ് ഓഫ് മോർച്ചറിയിൽ നിന്നൊക്കെ വരാം. ഓക്കെ, അതുപോലെ എത്ര സമയമാണ് അൺക്ലെയിംഡ് ആയിട്ടുള്ള, ക്ലെയിംഡ് ചെയ്യാത്തതായിട്ടുള്ള ഡെഡ് ബോഡീസ് അവിടെ കീപ്പ് ചെയ്യുന്നത്, എത്ര മണിക്കൂറാണ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരാറ്. പിന്നെ അതുപോലെ 2 ടൈപ്പ് ഏതാണ്, മോർച്ചറിയിലെ ഡെഡ് ബോഡീസിനെ പ്രിസർവ് ചെയ്ത ഡെഡ് ബോഡീസിനെ ഏതൊക്കെ 2 ടൈപ്പ് ഏതാണ്, ക്ലാസിഫൈ ചെയ്തിട്ട് 2 ടൈപ്പ് ഏതാണ് എന്നുള്ളത് ആ പേര് മാത്രം ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നത് കേട്ടോ. നാളെ നിങ്ങൾക്ക് പീരീഡ് ഇല്ലേ ക്ലാസ്സിലെ? എന്റെ പീരീഡ് ഇല്ലേ നിങ്ങൾക്ക് നാളെ? ഓക്കെ, അപ്പോ നിങ്ങൾ നാളെ വരുമ്പോ അതൊന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഇത്രയും ഭാഗം മോർച്ചറി, ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസ് വരെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരണം കേട്ടോ. എന്നാലും നമുക്ക് നെക്സ്റ്റ് ഭാഗങ്ങളിലേക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആകുള്ളൂ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.